നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ദൈവരാജ്യത്തിലെ പ്രതിഫലം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവരോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ട് കളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരും ഇല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പത്രോസും കൂട്ടരുമൊക്കെ യേശുവിനെ സമീപിച്ച ആ ധനികനായ മനുഷ്യന് ഉണ്ടായ ആ ദുസ്ഥിതി കണ്ടിട്ട് പത്രോസ് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരെക്കാളും നിന്നെ സ്നേഹിച്ച്, പ്രത്യേകിച്ച് മാതാപിതാക്കളെക്കാൾ, ബന്ധുക്കളെക്കാൾ, സഭാ നേതാക്കളെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തെക്കാളൊക്കെ നിന്നെ സ്നേഹിച്ച് ഞങ്ങൾ നിന്റെ അടുക്ക വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അപ്പോൾ യേശു മറുപടി പറയുകയാണ്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ മക്കളെയോ അമ്മയപ്പന്മാരെയോ വിട്ട് കളഞ്ഞവർക്ക് ഈ കാലത്തിൽ തന്നെ പല മടങ്ങും വരുവാണ് ലോകത്തിൽ നിത്യജീവനെ ലഭിക്കാത്തവർ ആരും ഉണ്ടായിരിക്കുകയില്ല. ഇതും വളരെ തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ള ഒരു വാക്യമാണ്. ദൈവരാജ്യത്തിൽ കടക്കാൻ അപ്പനെ ഉപേക്ഷിക്കണം, അമ്മയെ ഉപേക്ഷിക്കണം, ഭാര്യയെ ഉപേക്ഷിക്കണം, മക്കളെ ഉപേക്ഷിക്കണം, അതുപോലെ സ്വത്ത് ഉപേക്ഷിക്കണം, വീട് ഉപേക്ഷിക്കണം, നാട് ഉപേക്ഷിക്കണം, ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ള ചില ഉപദേശങ്ങൾ ഇതിൽ നാളുകൾ ചകഞ്ഞ് എടുക്കാനിടയായിട്ടുണ്ട്. അതല്ല യേശു പറഞ്ഞത്. വേറെ വാക്യങ്ങളുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലുണ്ട്, എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ നിലം പുരയിടങ്ങളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, അവൻ എൻ്റെ ശിഷ്യനാകാൻ കഴിയില്ലെന്ന് യേശു പറഞ്ഞു. അതായത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അതാളുകൾ കേട്ട് വിലയിരുത്തി വിശ്വസിക്കാനായി തയ്യാറാകുമ്പോൾ അവർ തീർച്ചയായിട്ടും സ്നാനപ്പെട്ട് ഒരു സഭയോട് ചേർന്ന്, അല്ലെങ്കിൽ അവർ നിലവിലുള്ള മത പദ്ധതികളോടൊക്കെ കർമാചാരങ്ങളോടൊക്കെ വേർപെട്ട് ദൈവജനത്തോട് ചേർന്ന് ആരാധിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും സുവിശേഷം അറിയിക്കാനും തയ്യാറാകണം. അതാണല്ലോ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ കരണീയമായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള മതം അവർക്കെതിരാവും. പിന്നെ മാതാപിതാക്കൾ പോലും തങ്ങൾക്ക് നാണക്കേട് വരുത്തിയെന്ന് പറഞ്ഞ് അവരെതിരാവും. ഭാര്യ ചിലപ്പോൾ ഇങ്ങനെ ഒരാളെ കൊട്ടിപ്പാടി നടക്കുന്ന ഒരാളെ എനിക്ക് വേണ്ട എന്ന് പറയാൻ തയ്യാറാകും. മക്കൾ പറയും, ഞങ്ങൾക്ക് നാണക്കേട് വരുത്തിയ ഒരു അപ്പനെ ഞങ്ങൾക്ക് വേണ്ട. മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെ സ്വത്തൊന്നും നിനക്ക് ഞങ്ങൾ തരികയില്ല, ഈ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളോടുകൂടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിനക്കുള്ള വീതം തരും, അല്ലെങ്കിൽ വീതമൊന്നും തരികയില്ല എന്ന് അവർ പറയും. അവർ കൈക്കല കൂടാതെ അവരിറക്കി വിട്ടിട്ടുണ്ട്. കഴിഞ്ഞകാല ഭക്തന്മാരൊക്കെ കൂട്ടം വെറുത്ത്, കുലവും വെറുത്ത്, കൂട്ടുകാരും വെറുത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. പക്ഷെ യേശു പറയുകയാണ്, വിശേഷ നിമിത്തം അല്ലെങ്കിൽ ദൈവരാജ്യ നിമിത്തം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനിടയായാൽ, അപ്പനോ അമ്മയോ ഭാര്യയോ മക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ സുവിശേഷ നിമിത്തം അവരെ ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിൻ്റെ മക്കളെ സ്നേഹിച്ച് കാണപ്പെടാനും ആരാധിക്കാനും നിങ്ങൾ തയ്യാറായാൽ, ഈ ഭൂമിയിൽ തന്നെ ദൈവം തെളിയിക്കും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന്. പല മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പല അപ്പന്മാരെ ലഭിക്കുമോ? തീർച്ചയായിട്ടും അപ്പൻ്റെ സ്നേഹം പോലെ സ്നേഹമുള്ള, അമ്മയുടെ സ്നേഹം പോലെ സ്നേഹമുള്ള, സഹോദരി സഹോദരന്മാരുടെ സ്നേഹം പോലെ സ്നേഹമുള്ള അനേകരെ ദൈവം നിങ്ങൾക്ക് തരും. ധാരാളം വീടുകൾ സ്വന്തം വീട് പോലെ നിങ്ങൾക്ക് കഴിയാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ബൈബിളിലൊരു വാക്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തരാൻ
കർത്താവിന് കഴിയുമെന്നാണ് റോമാലേഖന 8-ാം അധ്യായത്തിൽ ദൈവം നമ്മോട് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ പല മടങ്ങ് നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, മരണശേഷം നമുക്ക് സ്വർഗരാജ്യവും നിത്യതയും നമുക്ക് ലഭിക്കാനിടയായിത്തീരും. യേശു ഒരു മോഹനസുന്ദര വാഗ്ദാനം ചെയ്യുകയല്ല, തന്നെ അനുഗമിക്കുന്ന എല്ലാവരും പണക്കാരാകും എന്ന് അങ്ങനെയൊക്കെ ചിലർ പഠിപ്പിക്കാറുണ്ട്. യേശു പറഞ്ഞില്ലേ, ഈ ലോകത്തിൽ പല മടങ്ങ് തരുമെന്ന്. അത് ഈ ദൈവരാജ്യ നിമിത്തം ഇതൊക്കെ ലഭിക്കാവുന്ന ന്യായമായി അർഹതയുള്ള അവകാശമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ കാര്യമാണ്. അല്ലാതെ യേശുവിനെ കൈക്കൊള്ളുന്ന ഏതൊരാൾ ധനവാനാകും എന്നൊന്നും അല്ല. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, എന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന നിമിത്തം താൽക്കാലികമായ ചില നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ ഇടയായേക്കാം. അതോർത്ത് നിങ്ങൾ ദൈവരാജ്യത്തെ തള്ളിക്കളയരുത്, വേണ്ടെന്ന് വയ്ക്കരുത്. ഇവിടെ വെച്ച് തന്നെ അതൊക്കെ നിങ്ങൾക്ക് പല മടങ്ങായി തിരിച്ചു തരാനായിട്ട് യേശുവിന് കഴിയും. മരണശേഷം ദൈവരാജ്യവും നിങ്ങൾക്ക് തരുവാനായി കർത്താവിന് കഴിയും. ഇതാണ് യേശുവിൻ്റെ വാഗ്ദാനം. യേശു അത് കഴിഞ്ഞ 2000-ലധികം വർഷങ്ങളായി അത് ആളുകളിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.